എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് അരക്കപ്പ് റവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺപാത്രത്തിലേക്ക് അരക്കപ്പ് റവ മാവ് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഈ ഒരു മുട്ടയും റവയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനവിടെ ആ ഒരു റവ മാവ് നല്ലതുപോലെ ആ മുട്ടയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒട്ടും തന്നെ തണുപ്പില്ലാത്ത പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു റവ നല്ലതുപോലെ കുതിർന്ന് വരും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം മാത്രമാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാനവിടെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ മൈദ മാവും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അതിലേക്ക് അരിച്ച് കുറച്ച് വിധം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കട്ടകൾ കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ആയിരിക്കുന്ന മാവെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് മധുരം കുറവായിരിക്കും, ചിലർക്ക് കൂടുതൽ വേണമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോഴെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമ്മൾ ശർക്കര പാനി ചേർക്കുമ്പോൾ ചെറു ചൂടോടെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ. നമ്മൾ തീ ചെറുതായിട്ട് കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വയ്ക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിയും കൂടി പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറുത്ത ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചുവന്ന കളറിലുള്ള മുന്തിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അത്രയും സമയം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ടോപ്പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഒട്ടി പിടിക്കണില്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെന്തെന്നറിയും. അപ്പോൾ അതായത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒന്ന് പാനിൽ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി വിട്ട് വന്നതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ. കമത്തി ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പം ഞാനവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ്, നല്ല തണുത്ത ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഏത് സാധനവും ചൂടോടെ കഴിക്കാതെ നല്ല തണുത്ത ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റവ മാവും നേന്ത്രപ്പഴമൊക്കെ കൊണ്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ്.ടി കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകില്ല. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.